അദ്ദേഹം പറയുന്നൊന്ന് കേട്ടു നോക്കി. ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യാൻ പറ്റും. കഷ്ടപ്പെടണം, അധ്വാനിക്കണം, എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് എത്താൻ പറ്റും. എത്ര സത്യം അല്ലേ? അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ത്യാഗം ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ നമ്മുടെ സമയമാവാം, ചിലപ്പോൾ നമ്മുടെ സമ്പാദ്യമാവാം, ചിലപ്പോൾ നമ്മുടെ ഹാർഡ് വർക്ക് ആവാം. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ജിമ്മിൽ പോയി നല്ലൊരു ബോഡി ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ സമയം നഷ്ടപ്പെടുന്നുണ്ട്, നമുക്ക് വേദന എടുക്കും. അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആക്ച്വലി അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുപോകാൻ. അത് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്താൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവും. നല്ലൊരു ശരീരം അല്ലെങ്കിൽ നല്ലൊരു ആരോഗ്യമുള്ള ഒരു ശരീരം നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാനാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ കുറേയൊക്കെ അവിടെ ത്യാഗം ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, നല്ലോണം പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും, നമ്മുടെ ബ്രെയിനൊക്കെ നല്ലോണം ചൂടാവും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ത്യാഗം ചെയ്യുമ്പോഴേ നമുക്ക് സക്സസ്ഫുൾ ആകാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും നമ്മുടെ കുടുംബത്തിനെ പണയം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫുൾ സമ്പാദ്യവും കളഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിലും ഇറങ്ങാതിരിക്കുക. നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ നമുക്ക് പല ആളുകളെയും കാട്ടും മുന്നോട്ട് എത്താനായിട്ട് പറ്റും. അപ്പൊ അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഹാർഡ് വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഹൈ ഐക്യമുള്ള വ്യക്തിയെയും കാട്ടും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും.